ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നമ്മൾ ആരും മറന്നിട്ടില്ല. നമ്മുടെ സിസ്റ്റത്തിലെ ചില പോരായ്മകൾ തുറന്നു പറഞ്ഞു അത് പരിഹരിക്കാൻ കാരണമായ മനുഷ്യനാണ്. വിവാദ വെളിപ്പെടുത്തലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ ഇപ്പോൾ നടപടിക്ക് നീക്കം. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് DME. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും പരസ്യ പ്രസ്താവന നടത്തിയതും ലംഘനമെന്ന്, അതായത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമെന്ന അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അമൽ, ചേർത്ത് പിടിക്കും സർക്കാർ ആരോഗ്യവകുപ്പ് എന്നുള്ളതായിരുന്നു പറഞ്ഞ വാക്ക്. അതിൽ ഇപ്പോൾ മാറ്റം വരികയാണ്. ഇപ്പോൾ നോട്ടീസ് നൽകുകയാണ്. ഇനി നാളെ നടപടി ഉണ്ടാകുമോ? ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ചട്ടലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിലിരുന്നു കൊണ്ട് പരസ്യ പ്രസ്താവന നടത്തുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, സംവിധാനത്തിനെതിരെ തുടർച്ചയായി പരാമർശങ്ങൾ നടത്തുന്നു. അതിനുശേഷം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും DMEയും വാർത്താ സമ്മേളനം നടത്തി ഹാരിസിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച ശേഷവും വീണ്ടും അദ്ദേഹം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുന്നു. ഇത് ചട്ടലംഘനമാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1960 സർവീസ് ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്ന പല വകുപ്പുകളും ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. 56, അതോടൊപ്പം തന്നെ 60A, 62 തുടങ്ങിയ വകുപ്പുകളിലെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നടത്താൻ പാടില്ലാത്ത ചില നടപടിക്രമങ്ങളാണ് ഈ ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു പരാമർശത്തോടു കൂടിയാണ് ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടിക്കൊണ്ട് DME ഇന്ന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രോബില്ലാത്തത് മൂലം ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്ന ദിവസം ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിലൊരു പരാമർശം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കി എന്ന് കൃത്യമായി തന്നെ ആ നോട്ടീസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഹാരിസിനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഹാരിസിനെതിരെ കടുത്ത നടപടി വേണ്ട, ഒരു പൊതുജന വികാരം ഹാരിസിന് അനുകൂലമാണ്. അതോടൊപ്പം തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലാണ്. അതിനാൽ തന്നെ കടുത്ത നടപടി വേണ്ടതില്ല, ഒരു താക്കീതിൽ ഒതുക്കാം എന്നുള്ള തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ചർച്ചകളെങ്കിൽ പിന്നീട് നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കം പറഞ്ഞിരുന്നത് ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നുള്ളത് തന്നെയാണ്. ഹാരിസ് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതാണ് എന്നുള്ളതാണ് അന്ന് മന്ത്രി പറഞ്ഞിരുന്നത്. അത് പക്ഷേ ഈ പൊതുജന വികാരത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള മന്ത്രിയുടെ ഒരു പ്രസ്താവന എന്നതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല. ഇതിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന ബോധ്യം തനിക്കുണ്ടെന്ന്, താൻ ചെയ്തതൊരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് എന്നുള്ളത് ഡോക്ടർ ഹാരിസിന്റെ തന്നെ വാക്കുകളാണ്. അപ്പോഴും ഇത്രയും കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അത്. ഹാരിസ് എന്താണോ പറഞ്ഞത് അത് സത്യമാണെന്ന് കേരളം മുഴുവൻ കണ്ടറിഞ്ഞതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. അതിൽ നല്ല കാര്യത്തിൽ ആ മാറ്റങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം മലയാളികൾ മറന്നു എന്ന് പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ്. ആര്യ, ഈ വിഷയത്തിൽ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ പ്രതികരണം അതിവൈകാരികമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർവീസ് ചട്ടം. അതോടൊപ്പം തന്നെ ഈ ചട്ടത്തെ പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളാണ് ഹാരിസ് ചിറക്കൽ. അതിനാൽ തന്നെ ചട്ടലംഘനമാണ് ഞാൻ നടത്തുന്നത് എന്ന നല്ല ബോധ്യത്തോടു കൂടിയാണ് ഈ പരസ്യ പ്രസ്താവന നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ, അതായിരുന്നു ആ പ്രസ്താവനകളിലെ ഏറ്റവും ഒരു വൈകാരികമായ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് നടത്തിക്കൊണ്ടാണ് താൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരു സിസ്റ്റത്തെ ശരിയാക്കാൻ വേണ്ടിയാണ് താൻ ഇത് പറയുന്നത് എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം കേരളത്തിന്റെ പൊതുവികാരം ഹാരിസ് ചിറക്കലിന് അനുകൂലമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഉപകരണം ഇല്ലാത്തത് മൂലം ഒരു ശസ്ത്രക്രിയ മുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തന്റെ മകന്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് വിഷമമുണ്ട് എന്നും, ആ രോഗികളുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്ന അവസ്ഥ പോലും മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെ ആകമാനം അങ്ങ് അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതായിരുന്നു ഉയർന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആദ്യഘട്ടത്തിൽ ഈ ഹാരിസ് ആ പ്രതികരണം നടത്തിയ ആ സമയത്ത് എല്ലാവരും ഹാരിസിനൊപ്പം നിന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്തും ഹാരിസിനൊപ്പം നിന്നു. അതിനുശേഷം പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നിർണായകമായൊരു നിലപാടുണ്ടാവുകയാണ് കണ്ണൂരിൽ വെച്ച്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടി ശരിയായില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഈ ആദ്യത്തെ ദിവസം ഹാരിസിന് അനുകൂലമായിരുന്നു സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം നിലപാടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതിന് ശേഷം അത് നേരെ തിരിയുകയാണ്. സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഈ വിഷയത്തിൽ ഹാരിസ് ചിറക്കലിന്റെ നിലപാടിനെ എതിർത്ത് രംഗത്തെത്തുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കാര്യമാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഹാരിസ് ഈ ഉന്നയിച്ച ആരോപണങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു കാര്യം കൂടി ഈ അന്വേഷണ സമിതി പരിശോധിച്ചു. അവർ കണ്ടെത്തിയിരിക്കുന്നത് 2 കത്തയച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ വിവരം കൃത്യമായി സൂപ്രണ്ടിന്റെ അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ഹാരിസിന് വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. അമൽ തേനമറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.